അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട റിഷാദ് മോനെ, ഇവിടെ ഉസ്താദുമാർ ദീന് പറയാൻ തുടങ്ങിയിട്ട് അത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. നിങ്ങളൊക്കെ ഫേസ്ബുക്ക് തുടങ്ങുന്നതിൻ്റെയൊക്കെ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ ദീന് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. അതിന്നും തുടരുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്തരം വ്യാപകമായ ഒരവസ്ഥയിൽ ആ പ്ലാറ്റ്ഫോമും ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന് സാധ്യമാകുന്ന ഉസ്താദുമാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശരിയാണ്. ഏതായാലും ഉസ്താദുമാരിലേക്ക് ചേർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ റീലുകളൊക്കെ ഒരു കൊളത്തിട്ട് കഴിഞ്ഞാൽ അതിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട് എന്ന് റിഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടൻ്റെ സുഹൃത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. കാരണം ഒരുപാട് ആളുകൾ റീച്ച് കിട്ടാൻ വേണ്ടി പല കോപ്രായങ്ങളും ചെയ്ത് തോറ്റ് മടുത്ത് നിൽക്കുമ്പോഴാണ് അവരുടെ തലയിൽ ഉദിക്കുന്ന നല്ല ഒരു ഐഡിയ ആണ് ഉസ്താദുമാരുടെ 3-4 മണിക്കൂറുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് 45ഉം 50ഉമൊക്കെ സെക്കൻഡുകൾ അതിൽ നിന്ന് വെട്ടിയെടുത്ത് തലയും വാലും ഇല്ലാത്ത ഭാഗങ്ങൾ പോസ്റ്റ് കൊണ്ട് അതിനെ റിയാക്ഷൻ ചെയ്യുക എന്നുള്ളത്. നല്ല റീച്ചാണ്. അതും മുസ്ലിം ഐഡിയകളിൽ നിന്നാവുമ്പോൾ അതിന് ഒന്നുകൂടി വാല്യൂ കൂടുകയാണ്. ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കമൻറ്റ് ചെയ്യാനുമൊക്കെ നല്ല ആളുകളാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായ ഉസ്താദുമാരുടെ പ്രസംഗമാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൽ പല ആളുകളും ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ട് പരാജയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ചില പ്രത്യേകമായ ആളുകൾ അവർ ഒരുപാട് പറഞ്ഞ് തോറ്റു. ഇപ്പോൾ അവരുടെ വീഡിയോക്ക് റീച്ചില്ലാതായപ്പോൾ ഇപ്പോൾ പുതിയ ആളുകളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം നാമധാരികളാകുമ്പോൾ മുസ്ലിം ഐഡിയകളിൽ നിന്നാകുമ്പോൾ ഒന്നുകൂടി പവർ കൂടാണ്. ആ ഒരു പണിയാണ് നമ്മുടെ റിഷാദ് എന്ന് പറയുന്ന സുഹൃത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ ആ റീൽസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊന്ന് പോസ്റ്റിക്കോ. അത് നീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് റീച്ച് കിട്ടണമല്ലോ. അപ്പോൾ അതിലൊരു ഉസ്താദുമാർക്കൊരു കൊളത്തിട്ട് കൊടുക്കുക എന്ന രീതിയിലാണ് ഈ പോസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും റിഷാദുമോനോട് പറയാനുള്ളത്, ദീന് ഇന്നലെയും ഇന്നൊന്നും തുടങ്ങിയതല്ല. നമ്മളൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ അതിലൊക്കെ നമ്മൾ സജീവമാകുന്നതിൻ്റെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ദീന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്.